CBI കൂട്ടിലടച്ച തത്തയാണെന്നാണ് സുപ്രീം കോടതി തന്നെ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. അതിന് പാവം രമേശ് ചെന്നിത്തലയും വിജിലൻസും എന്തു പിഴച്ചു? എന്തായാലും ബാർക്കോഴ കേസിൽ മാണി മുതൽ ബാബു വരെയുള്ളവരെ രക്ഷിക്കാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടി വിജിലൻസിനെ തത്തയെപ്പോലെ തന്നെ കൂട്ടിലിട്ടിരിക്കുകയാണത്രേ. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിമർശനം കൂടി ആയതോടെ തത്തയെയൊക്കെ വിട്ട് കുരങ്ങനോടാണ് കോടിയേരി വിജിലൻസിനെ താരതമ്യപ്പെടുത്തുന്നത്. സംഗതി എന്തായാലും കൂട്ടിലടച്ച ആ പക്ഷിയെപ്പോലെ തന്നെ രമേശ് ചെന്നിത്തലയും വേദനിക്കുകയാണ്. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വേറെ ഒരു നല്ല വേഷം പറ. അമ്മിക്കുത്തുകാരായി ഇറങ്ങിയാലോ? അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നുപിടിക്കലും അല്ലേ? ആണോ? എന്നാ നീ തനിച്ചങ്ങ് വേഷം മാറും. അങ്ങനെ തടിക്കാൻ ഗവൺമെന്റ് നിനക്ക് ശമ്പളം തരുന്നത്. നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? വല്ല ഐഡിയയും നീ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇതിനു മുമ്പൊക്കെ സ്വീകരിച്ച അന്വേഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്വേഷണ രീതി സ്വീകരിച്ചുകൊണ്ടാണ് മാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. നമുക്ക് കപ്പടാ മീശയും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം. എവിടെയും കയറിച്ചെല്ലാം എന്തു നുണയും പറയാം. ഈ വിജിലൻസ് എന്ന് പറയുന്നത് മന്ത്രിമാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറുമൊരായുധം മാത്രമാണ്. സത്യസന്ധമായി കേസ് അന്വേഷിച്ച് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായി കർശനമായി നടപടിയെടുക്കുവാനുള്ള ഉൾക്കട്ടിയുള്ള ഒരു വിജിലൻസ് അല്ല. പക്ഷിശാസ്ത്രമാകുമ്പോ ഈ തത്തയെ കൊണ്ട് കാർഡെടുപ്പിക്കണ്ടേ? അത് വളരെ എളുപ്പമല്ലേ. ചിറക് മുറിച്ച തത്തയായിരിക്കും. നമ്മൾ തത്തയെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം. എന്നിട്ട് കൂടിന്റെ ഒരു വശത്ത് ടിക് 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 എന്ന് പതുക്കെ മുട്ടണം. മുട്ടൽ എപ്പ നിർത്തുന്നോ തത്ത ഉടൻ കാർഡെടുക്കും. നമ്മുടെ നാട്ടിലെ വിജിലൻസ് പണ്ട് CBIയെ കുറിച്ച് കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞതിനേക്കാളും മോശമായ അവസ്ഥയിലാണ്. ഈ വിദ്യ നീ എങ്ങനെ പഠിച്ചു? ഇതുപോലെ 100 കണക്കിന് ഐഡിയാസ് ഇനിയും വേണേ പറഞ്ഞുതരാം. ആദ്യം ഇത് വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു വകുപ്പിനെതിരായിട്ട് ഇത്ര രൂക്ഷമായൊരു വിമർശനം സമീപകാലത്തൊന്നും കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല. ഇതിന് കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വിജിലൻസ് കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഹൈക്കോടതി ശ്രദ്ധിച്ചു എന്നതിന്റെ ഒരു തെളിവാണിത്. ഹൈക്കോടതി കോടതി പറഞ്ഞതിന് എനിക്കും പറയാൻ സാധിക്കുക. വെറും തട്ടിപ്പ് സംഘടനയായിട്ട് ഈ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിജിലൻസ് പിരിച്ചുവിടണമെന്ന്. പക്ഷിശാസ്ത്രക്കാരുടെ വേഷത്തിൽ നടന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാര് നേരിട്ട് ഹാജരാവുമെന്ന് നീ എന്നടാ പറഞ്ഞത്? ഏതായാലും നിന്റെ കൊടതന്നാക്കൽ പരിപാടി പോലെ നാറിയില്ല. അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പനപ്പന്മാരുടെ അനുഗ്രഹം കൊണ്ടാ. അല്ല, വിജിലൻസിന്റെ നിലപാട് അതാണ്. വിജിലൻസിന്റെ തീരുമാനം വിജിലൻസ് കേസുകൾ അന്വേഷിച്ചിട്ട് അതേ സംബന്ധിച്ച് ഓരോ കേസിലും വിജിലൻസിൻ്റെതായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേറൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഏജൻസി മോശമാണെന്നുള്ളതല്ലേ. അതുകൊണ്ട് അവർക്ക് അത്ര ഒരു മറുപടി അല്ല കൊടുക്കാൻ കഴിയുമോ? ചിലപ്പോ തടി കേടായെന്നിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഈ കുപ്പായം മൂടി വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ. വിവിധ മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണം വന്നൊരു സ്റ്റേറ്റാണ്. ഏത് മന്ത്രിക്കെതിരായിട്ട് അഴിമതി ആരോപണം വന്നാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഒരു അഴിമതി കേസും ഇവിടുത്തെ വിജിലൻസ് കണ്ടെത്താൻ പോകുന്നില്ല. സാർ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മുസ്ലിം വേഷം, പക്ഷിശാസ്ത്രം, എന്താ കുഴപ്പം? നേരത്തെ വിജിലൻസിനെ കുറിച്ചും CBIനെ കുറിച്ചും ഒക്കെ പറയാറ് കൂട്ടിലടച്ച തത്ത എന്നാണ്. ഇതിപ്പോ കൂട്ടിലടച്ച തത്തയല്ല. ഇത് എന്താണോ മുഖ്യമന്ത്രി പറയുന്നത് അനുസരിച്ച് തുള്ളിക്കടിക്കുന്ന ഒരു സ്ഥിതിയിലുള്ള ഒരു സാധനമാക്കി വിജിലൻസിനെ മാറ്റിയിരിക്കുകയാണ്. യഥാർത്ഥ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനും 5 കൊല്ലം കൈകാര്യം ചെയ്തൊരു വകുപ്പായതുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു വാചകം പ്രയോഗിക്കാത്തത്. എന്ത് കടുത്ത വാചകം പ്രയോഗിച്ചാലും തെറ്റില്ലാത്ത വിധത്തിൽ ഈ വിജിലൻസ് വകുപ്പിനെ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. ഇവിടെ നന്നാക്കാൻ പോയപ്പം തല്ലിന്റെ ഒരു ചുറ്റുപാട് ഒത്തു വന്നേ ഉള്ളൂ. പക്ഷിശാസ്ത്രത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിച്ചു. ഇനി ഇതുപോലെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. തല്ലിന്റെ ആ തത്തയും കൂടും പോയി. ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായനെ. നല്ല ചേർച്ചയായിരുന്ന വേഷം. കൂട്ടിലടച്ചൊരു പക്ഷി, ആരും കൂട്ടില്ലാത്തൊരു പക്ഷി, പാട്ടുമറന്നൊരു പക്ഷി, ആരും വേട്ടയാടുന്ന പക്ഷി, ഞാനൊരു കൂട്ടിലെ പക്ഷി. ചെന്നിത്തലയോട് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ പറഞ്ഞ് ഒടുവിൽ വിമർശനം വരുമ്പോൾ ഉമ്മൻചാണ്ടി തലതിരിക്കുമെന്നുറപ്പാണ്.
ഇപ്പോൾ തന്നെ തിരുവഞ്ചൂരിന്റെ നിലവാരം പോലും ഇല്ലാത്ത ആഭ്യന്തരമന്ത്രി എന്ന് എ ഗ്രൂപ്പുകാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് കത്ത്. ആ കത്ത് ഹാജരാക്കുന്നതോടുകൂടി ആർക്കാണ് കരുതൽ കിട്ടിയത്, എങ്ങനെയാണ് കരുതൽ കിട്ടിയത്, ഏതെല്ലാം തരത്തിലുള്ള കരുതലാണ് കിട്ടിയത്, ആരൊക്കെയാണ് കരുതിയത് എന്ന വിവരങ്ങളെല്ലാം 2 ദിവസത്തിനകം കേരളത്തിൽ പുറത്തു വരാനിരിക്കുകയാണ്.